ഗായ്സ് എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ വീണ്ടും ഒരു ഐസ്ക്രീം സ്റ്റിക്ക് ക്രാഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. ഇതും ഒരു എലഗൻ വാൾ ഡെക്കറാണ് കേട്ടോ. ഞാൻ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടാക്കിയായിരുന്നു ഫ്രെയിം. അത് ഭയങ്കരമായിട്ട് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഞാൻ എൻ്റെ വീട്ടിൽ കാണിച്ചപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, ഇതിൻ്റെ അപ്പം തന്നെ ഞാൻ കുറേ അതിൻ്റെ 3 ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അത് ഞാൻ ഓൾറെഡി പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഇതിനകത്തും കൂടെ ഒന്ന് കാണിച്ചു തരാം കേട്ടോ. ഒരെണ്ണം ചാനലിൻ്റെ പേര് എഴുതിയിട്ടും പിന്നെ ഒരു ബ്ലൂ തീമിൽ വന്നിട്ട് ഡോണ്ട് ക്വസ്റ്റ്യൻ മീ, പിന്നെ ഒരു പിങ്കിഷ് കളറിൽ മൈ ലൈഫ് മൈ റൂൾസ്, അങ്ങനെ ഓൾവേസ് ട്രസ്റ്റ് യുഎസ്എസ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ളതാണ്. ഞാൻ ഓൾറെഡി വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഇനി നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു വാൾ ഡെക്കറാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ വേണ്ടത് നമുക്കൊരു 8 ഐസ്ക്രീം സ്റ്റിക്കാണ് മൊത്തത്തിൽ വേണ്ടത്. 8 ഗൈസ്, 10 നല്ല ഒരേപോലത്തെ ഷേപ്പൊക്കെ ഉള്ളത്. ഇതുപോലെ സെറ്റൊക്കെ കാണിക്കുമ്പം ചെറുതായിട്ട് ഇതുപോലത്തെ ഒടിഞ്ഞതും ഇത് കത്തി പോലത്തേക്കാണ് ഗൈസ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നല്ല സെയിം ഷേപ്പുള്ള 10 വെച്ചിട്ട് ഒരു ഹാർട്ട് ഷേപ്പിൽ ഒട്ടിച്ചെടുക്കണം. ആ ഹാർട്ട് ഷേപ്പ് എങ്ങനെ വെക്കണമെന്നുള്ളത് ഞാനിപ്പം ഒരു പേപ്പറിൽ ജസ്റ്റ് ഒന്ന് വരച്ച് കാണിക്കാവേ. ഏകദേശം ഇതുപോലെയൊക്കെയാണ് ഉണ്ടാവുക. പെർഫെക്റ്റ് ഒന്നും ആയിട്ടില്ല, വെറുതെ ഫ്രീ ഹാൻഡ് വെച്ച് വെച്ചതാണ്. ഇവിടെ 2 ഐസ്ക്രീം സ്റ്റിക്ക് വെട്ടിയിട്ട് സ്ഥലത്തൊക്കെ ഐസ്ക്രീം സ്റ്റിക്ക് കൂട്ടി വെക്കണ സ്ഥലമാണ് കേട്ടോ. ജസ്റ്റ് റൗണ്ടില്ല, അതിൻ്റെ അറ്റത്തെ ഒരു കർവ് തമ്മിൽ കൂട്ടി വെക്കണ സംഭവമാണിത്. ഇങ്ങനെ 2 പിന്നെ ഇങ്ങനെ 2 പിന്നെ ഇങ്ങനെ ഒരു ചെറുതായിട്ട് സ്ലാൻഡ് ചെയ്തിട്ട് 2 പിന്നെ ഇവിടെ 4 വെക്കണം. അപ്പോൾ 10 ആയിട്ടോ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇതുപോലെ നമുക്കൊന്ന് ജസ്റ്റ് ഐസ്ക്രീം സ്റ്റിക്ക് വെച്ചിട്ട് ഒട്ടിച്ചെടുക്കാം. ഇതുപോലെയാണ് ഒട്ടിച്ച് ചെയ്യുമ്പോൾ ഉണ്ടാവും. ഇത്രയും വലുതായിരിക്കും. നമുക്ക് ഇതിന് ജസ്റ്റ് പെയിൻ്റ് അടിച്ചു കൊടുക്കാം. ഇത് വെറുതെ ഇങ്ങനെ വെക്കുമ്പോഴേക്കും രസം ഉണ്ടാവില്ല. അപ്പോൾ നമുക്ക് ഇതിന് എന്തെങ്കിലും പെയിൻ്റ് അടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ ഗൈസ് ഓക്കെ, സെറ്റ് ആയിട്ടുണ്ട്. നമ്മൾ ഫുൾ കളർ അടിച്ചെടുത്തിട്ടുണ്ട്. എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ പെയിൻ്റ് അടിച്ച് തന്നെ പെട്ടെന്നൊന്നും ആണെങ്കില്ല, എനിക്ക് വീഡിയോ എടുക്കാനുള്ളതാണ്. നിങ്ങൾ പെയിൻ്റ് അടിച്ച് കഴിഞ്ഞാൽ ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ഇത് ഇങ്ങനെയൊന്നും കുഴപ്പമില്ല. നിങ്ങൾക്ക് ഇതുണ്ടെങ്കിൽ ഇത് അടിക്കാം. ഭയങ്കര ഇൻസ്റ്റൻ്റ് ആൻഡ് പെർമനൻ്റ് ആയിരിക്കും. നമ്മുടെ ആൽക്കഹോൾ മാർക്കറ്റ്സിൽ എന്താണ് ഇതിൻ്റെ ഷെയ്ഡ്, പർപ്പിളോ അങ്ങനെ എന്തോ ആണ്. നമ്മുടെ വൈൻ കളറാണ് കേട്ടോ ശരിക്കും. ഇത് വേറെന്തോ നെയിമാണ് ഞാൻ എഴുതിയിട്ടുള്ളത്, ഗ്രേപ്പ് കളർ. ഓക്കെ, അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ പെയിൻറ്റിങ് പരിപാടി ആൻഡ് കളറിങ്. നിങ്ങൾക്ക് വേണമെങ്കിൽ അതിനകത്ത് വല്ല മുത്തോ അങ്ങനെ എന്തെങ്കിലും ഒട്ടിച്ച് ഡെക്കറേറ്റ് ചെയ്യാം. എൻ്റെ അടുത്ത് ഇപ്പോൾ ഹാഫ് ബീഡ് ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഡെക്കറേറ്റ് ചെയ്യാത്തത് കേട്ടോ. ഓക്കെ, ഇനി ഇതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനത്തെ കുറേ ഇപ്പം ഇതുണ്ടാക്കാൻ ഭയങ്കര സിമ്പിളാണ് കേട്ടോ. ഈ ജസ്റ്റ് ഇങ്ങനെ ഒട്ടിക്കൽ വെക്കൽ മാത്രമാണ് പരിപാടി. ഇത്തിരി ടഫായിട്ടുള്ളൂ. ഒട്ടിക്കലൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഉണക്കിയെടുത്താൽ സിമ്പിളാണ്. പെയിൻ്റ് അടിച്ചെടുത്താൽ മതി. ഇങ്ങനത്തെ 3 ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് ഒരുമിച്ച് വെക്കാം. ഇത് പിന്നെ ഞാൻ ഇത് തന്നെ കണ്ടുപിടിച്ചതൊന്നുമല്ല. ഐസ്ക്രീം സ്റ്റിക്ക് ക്രാഫ്റ്റ് എല്ലാം ഞാൻ എടുത്തുകൊണ്ട് വരുന്നത് റസ്നാസ് ആർട്ടിസ്റ്റിക്സ് എന്ന് പറഞ്ഞ ചേച്ചീൻ്റെ ചാനലിൽ നിന്നാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചേച്ചീൻ്റെ ഐസ്ക്രീം സ്റ്റിക്ക് ക്രാഫ്റ്റും അല്ലാത്തതല്ല. അപ്പോൾ അതിനകത്ത് നിന്ന് എടുത്തുകൊണ്ട് വന്നതാണ്. നിങ്ങൾ അവിടെ പോയി ചെക്ക് ചെയ്ത് നോക്കി കഴിഞ്ഞാൽ ഇതിനൂടെ ആ ഷേപ്പ് ഇതിനോടെ വരെയൊക്കെ ഉണ്ടാവും. ഞാൻ ഇപ്പം ജസ്റ്റ് ഫ്രീ ഹാൻഡായിട്ട് വരച്ചുകൊണ്ടാണ്. ഓക്കെ, ഇത് എന്തായാലും അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ഇപ്പോൾ 1 ഉണ്ടാക്കുന്നുള്ളൂ. കാരണം ഇപ്പം ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഒരു 12-11 മണിയായി കാണും. 11 to 12 ആ റേഞ്ചിലാണുള്ളത്. അപ്പം ഇത്ര ഉള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിരുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ്. ഇതാണ് വോളിൽ കാണിക്കുന്നത്. തൂക്കിയിട്ടുള്ളത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. ഇതും നമ്മുടെ ഈ വാൾ പോസ്റ്റേഴ്സും ഒരുമിച്ച് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം കേട്ടോ. പിന്നെ നമ്മുടെ ട്വീസേഴ്സിൻ്റെ പിക്ചറും. ഓക്കെ, അപ്പോൾ അതൊക്കെ കൂടി ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടേക്കാം. ഇപ്പം ഞാൻ വാളിൽ തൂക്കി ലാസ്റ്റ് ഫൈനൽ ഔട്ട്കം കാണിച്ചു തരാം. ശരിക്കും നമുക്ക് ഇതിൻ്റെ ബാക്ക് തിരിച്ച് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് വേണമെങ്കിൽ ചെയ്ത് കൊടുക്കാം. ഈ പൊങ്ങിയിരിക്കുന്ന ഐസ്ക്രീം സ്റ്റിക്കില്ലേ, അവിടെയൊക്കെ ഇത്തിരി കുഞ്ഞു ഡബിൾ സൈഡൊക്കെ ഒട്ടിച്ചതിന് ശേഷം നമുക്ക് വാളിൽ തൂക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഔട്ട്കം ലാസ്റ്റത്തെ. ഇതാകണ്ടോ, ഞാൻ കിടക്കുന്നതിൻ്റെ തൊട്ട് പൊക്കത്ത് സ്വിച്ച് ബോർഡിൻ്റെ പൊക്കത്ത് ഭയങ്കര ബ്ലാങ്ക് സ്പേസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഇവിടെ തൂക്കിയിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ തൊട്ട് പൊക്കത്ത് തന്നെയാണ് നമ്മുടെ മറ്റേ എല്ലാവരും വാർഡൊക്കെ ഉള്ളത്. പിന്നെ ഞാൻ ചെയ്ത് വേറെ എന്തൊക്കെ പിന്നെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത് അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ഇതിൻ്റെ കൂടുതലായിട്ടുള്ള ഫോട്ടോ ഇതുപോലത്തെ ഈ ഫോട്ടോ ഷൂട്ട് ചെയ്തിട്ട് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ മറ്റേ നമ്മുടെ വാൾ പോസ്റ്റേഴ്സൊക്കെ കൂട്ടി ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ ഇത്ര ഉള്ളത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നത്. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.